അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം ലൈവിലോ യൂട്യൂബിലോ ഒക്കെ കേൾക്കുന്നവർക്ക് നന്മ വരട്ടെ. ഇന്ന് നാം നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു വിഷയം, നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ എന്നാൽ ചില ചെറിയ ചെറിയ ഒരു പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ധാരാളം നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അഥവാ സംഘടിതമായി നിസ്കരിക്കുക. ഇസ്ലാം വളരെ പ്രോത്സാഹനം നൽകിയ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കണ്ട ഒരു വിഷയമാണത്. സംഘടിതമായി നിസ്കരിക്കുക. ഫർള് നിസ്കാരങ്ങളും ചില സുന്നത്ത് നിസ്കാരങ്ങളുമൊക്കെ സംഘടിതമായി നിസ്കരിക്കുന്നതിന് വലിയ മഹത്വം നമ്മുടെ ദീനിലുണ്ട്. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും എന്ന ഹദീസിലുണ്ട്. ഇത് നമുക്ക് നേടിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ വന്ന് ഈ പ്രതിഫലം അവർക്ക് കരസ്ഥമാക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീടുകളിൽ വെച്ചിട്ട് ഇത് നിർവഹിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസ്, ജമാഅത്ത് നിസ്കാരത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വുളൂ എടുത്ത് നമ്മൾ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ, അഥവാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ നിന്ന് വുളൂ എടുത്ത് അവരവരുടെ പള്ളിയിൽ ചെന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അവർക്ക് 25 ഇരട്ടി പ്രതിഫലമുണ്ട്, 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നും ഹദീസിൽ കാണാം. ഹദീസുകളുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായ പ്രതിഫലത്തിൻ്റെ വിഷയത്തിലുണ്ട്. എന്തായാലും 25ഉം 27ഉം നമുക്ക് എത്ര പ്രതിഫലമാണ് കിട്ടുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് എത്രമാത്രം ശ്രദ്ധയാണ് അവിടുന്ന് കാണിച്ചത്. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ ദിവസം പോലും അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് നടക്കാൻ സാധിക്കാതെ വന്നപ്പോൾ 2 സ്വഹാബിമാർ ഓരോ ഭാഗത്തു പിടിച്ച് പുണ്യ റസൂലുള്ളാഹി തങ്ങളെ പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് കൊണ്ടുവരികയും, അപ്പോഴാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് നിർവഹിച്ചു. യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവിടുത്തെ പ്രതിരോധം എന്ന നിലക്ക് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പോലും യുദ്ധക്കളത്തിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് പോലും ഫിഖ്ഹിൻ്റെ കിതാബിലുണ്ട്. ഇന്ന് നമുക്ക് അത്രയൊരു സാഹചര്യം ഇല്ലല്ലോ. ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുമില്ല.
യുദ്ധം നമുക്ക് നിർബന്ധവുമില്ല. യുദ്ധത്തിന് സാഹചര്യം നമ്മുടെ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നമ്മളൊരു വാളെടുത്ത് മറ്റുള്ള ആയുധങ്ങളെടുത്ത് ഒരു സായുധ സമരത്തിന് യാതൊരു സാധ്യതയും നമ്മുടെ ഇന്ത്യയിലില്ല. നമുക്കിന്ന് നമ്മളെ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുമുണ്ട്. അത് ആ കിട്ടിയ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമുക്ക് പുരുഷന്മാരായ ആളുകൾ, പ്രത്യേകിച്ച് കാരണങ്ങളില്ലാത്ത ആളുകൾ, അവരുടെ മഹല്ല് പള്ളികളിൽ ചെന്ന് നിർവഹിക്കുക എന്നുള്ളത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ഒരു പ്രത്യേകിച്ച് രോഗങ്ങളില്ലാത്ത ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പള്ളിയിൽ ചെന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. അവൻ്റെ വീട്ടിൽ അവൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ച ഒരു മാതൃക, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഹദീസുകൾ കാണുന്നുണ്ട്, പള്ളിയിൽ വരാതെ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പള്ളിയിൽ വരാത്ത ആളുകൾ, ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകളെ അവരോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ, മദീനത്തെ പള്ളിയിൽ ഞാൻ ഒരാളെ ഇമാമത്ത് നിർത്തിയിട്ട്, ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലെ ഇമാമുമാണ്, ഇമാമത്ത് നിർത്തിയിട്ട് ഞാൻ ആ നിസ്കരിക്കാൻ വരാത്ത ആ ആളുടെ അവരുടെ വീടുകൾക്ക് ഞാൻ തീ വെക്കട്ടെ എന്ന് പോലും ഞാൻ ആലോചിച്ചു എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമുക്കൊന്നും ഒരു പ്രയാസമില്ലാത്ത, നമ്മുടെ നാടുകളിലെ പുരുഷന്മാർക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ് സുബഹിൻ്റെ സമയം. പ്രത്യേകിച്ച് തൊഴിലുകൾ ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. മിക്ക ആളുകൾക്കും വലിയൊരു പ്രയാസമൊന്നുമില്ലാത്ത ഒരു സമയം. മറ്റു നിസ്കാരങ്ങളൊക്കെ ചിലപ്പോൾ അവർ പല ജോലി തിരക്കുകളിലോ അല്ലെങ്കിൽ യാത്രകളിലോ ജോലി കഴിഞ്ഞ് വരികയാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ അവരുടെ എവിടെയാണോ എത്തുന്നത് അവർക്ക് ചിലപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് നിസ്കരിക്കേണ്ടി വരും. ചിലപ്പോൾ ജമാഅത്ത് കൃത്യമായി കിട്ടിയില്ല എന്നും വരും. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ കൃത്യമായി ജമാഅത്ത് കിട്ടിയെന്ന് വരില്ല. പക്ഷെ സുബഹിക്ക് ആ ഒരു സുബഹി ജമാഅത്തിൻ്റെ ആ ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സുബഹി ഒരാൾ നിസ്കരിച്ചാൽ തന്നെ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുബഹി ഒരാൾ കൃത്യമായി നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം അവനിക്ക് പ്രത്യേകം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എത്തുകയില്ല എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അത്രമാത്രം വലിയ പ്രതിഫലമുണ്ട്. വേറെ ഹദീസിൽ കാണാം, സലാത്തുൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, 27 ഇരട്ടിയുണ്ട്. നേരത്തെ ഒരു ഹദീസ് 25 പറഞ്ഞു, ഇപ്പൊ 27 ഇരട്ടിയുണ്ട്. ഇമാമിന്റെ കൂടെ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ നിസ്കരിച്ചാൽ ഇമാമ് നിസ്കാരം കഴിഞ്ഞ് പിരിയുമ്പോൾ രാത്രിയിൽ അവന് നിന്ന് നിസ്കരിച്ച പ്രതിഫലം അവനിക്ക് എഴുതപ്പെടും. രാത്രിയിൽ നിന്ന് നിസ്കരിച്ച ഒരു പ്രതിഫലം ആ മനുഷ്യനിക്ക് എഴുതപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല, മൻ മശാ ഇലാ സ്വലാത്തി മക്തൂബത്തിൻ ഫിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഫർദ് നിസ്കാരത്തിലേക്ക് ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ
ഫഹിയ കഹജ്ജത്തിൻ, അയാൾക്കൊരു ഹജ്ജ് ചെയ്ത പോലെയാണ്, ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. വമൻ മശാ ഇലാ സ്വലാത്തിൻ തതവ്വുഇൻ, അഥവാ സുന്നത്ത് നിസ്കാരത്തിനാണ് ഒരാള്, സുന്നത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാനാണ് ഒരാൾ നടന്നു പോകുന്നതെങ്കിൽ ഫഹിയ കഉംറത്തിൻ നാഫിലത്തിൻ, അയാൾ ഒരു സുന്നത്തായ ഉംറ ചെയ്ത കൂലിയാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല, ജമാഅത്ത് നിസ്കാരം പതിവാക്കുന്ന ഒരാൾ, പതിവായി ജമാഅത്ത് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനിക്ക് നരകമോചനമുണ്ട്. ആ മനുഷ്യനിക്ക് കാപട്യത്തിൽ നിന്നുള്ള മോചനമുണ്ട്. നരകമോചനമുണ്ട്, കാപട്യത്തിൽ നിന്നുള്ള മോചനമുണ്ട്. രണ്ട് മോചനാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൻ സ്വല്ലാ 40 യൗമൻ ഫി ജമാഅത്തിൻ, അഥവാ 40 ദിവസം ഒരു മനുഷ്യൻ ജമാഅത്തിൽ പങ്കെടുത്താൽ, മാത്രമല്ല ആ മനുഷ്യൻ ഇമാമിൻ്റെ കൂടെ ഒന്നാമത്തെ തക്ബീറിൽ തന്നെ പങ്കെടുത്തു. ഒന്നാമത്തെ തക്ബീർ ഇമാം ചൊല്ലിയ ശേഷം അയാൾക്ക് ചൊല്ലാനുള്ള അവസരം ഉണ്ടായി. അങ്ങനെ കൃത്യമായി ജമാഅത്തിൻ്റെ ആദ്യത്തിൽ തന്നെ അയാൾ പങ്കെടുത്തു എന്നർത്ഥം. അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുതിബ ലഹു ബറാഅത്താനി, ബറാഅത്തും മിനന്നാരി വ ബറാഅത്തും മിൻ നിഫാഖി. രണ്ട് തരത്തിലുള്ള മോചനം അയാൾക്ക് ഉണ്ട്. ഒന്ന്, നരകത്തിൽ നിന്നുള്ള മോചനമുണ്ട്. രണ്ടാമത്, കാപട്യത്തിൽ നിന്നുള്ള മോചനമുണ്ട്. നരകത്തിൽ നിന്നുള്ള മോചനവുമുണ്ട്, കാപട്യത്തിൽ നിന്നുള്ള മോചനവും അയാൾക്ക് ഉണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മാത്രമല്ല, ഇഷ നിസ്കരിച്ചൊരു മനുഷ്യൻ ജമാഅത്തായിട്ട് ഇഷാ നിസ്കരിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയാ, ഇഷാ നിസ്കരിച്ചു, ഇമാമിൻ്റെ ഒന്നാമത്തെ തക്ബീറിൻ്റെ കൂടെ തന്നെ അയാൾ ജമാഅത്തിൽ പങ്കെടുത്ത് ഇഷ നിസ്കരിച്ചാൽ, രാത്രിയുടെ പകുതി അയാൾ നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും. രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ച കൂലി അയാൾക്ക് കിട്ടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. രാത്രി പകുതി നിന്ന് നിസ്കരിച്ച കൂലി, അതൊക്കെ ആര് നിർവഹിച്ചതാണ്? അള്ളാഹിൻ്റെ റസൂല് രാത്രിയിൽ നിസ്കരിച്ച് പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ കാലിങ്ങനെ വണ്ണം വെക്കുമായിരുന്നു. കാല് നീര് കെട്ടി പൊട്ടി ഒലിക്കുമായിരുന്നു. അപ്പോഴല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ ചെറുദോഷവും വൻദോഷവും എല്ലാം അള്ളാഹ് പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ മാത്രമല്ല, അങ്ങക്കൊരു ദോഷമില്ലല്ലോ നബിയെ, ഒരു ദോഷം അങ്ങക്ക് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാ അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ ബിബിയോട് പറഞ്ഞത്, ഫലാകൂനു അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. അള്ളാഹു എനിക്ക് ഒരുപാട് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ അള്ളാഹുവിനോടൊരു നന്ദി കാണിക്കണ്ടേ ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ആയിഷ ബിബിയോട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവരൊക്കെ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് അള്ളാഹുവിനോടുള്ള പൊരുത്തം നേടിയെടുക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടവരാണ്. അവർക്കൊന്നും ദോഷങ്ങൾ കുറവല്ലേ. മുൻകാലത്തുള്ള ഔലിയാക്കന്മാർ, മഹാന്മാരായ സ്വഹാബിമാർ, ഇമാമുകൾ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും, ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ അങ്ങനത്തെ മഹാരഥന്മാരായ ആളുകൾ, മുൻകഴിഞ്ഞു പോയ ഔലിയാക്കന്മാർ, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ, ഷെയ്ഖ് റിഫായി തങ്ങൾ,
ഇവരൊക്കെ എത്രയോ അധ്വാനിച്ചല്ലോ രാത്രിയിൽ, നിസ്കരിച്ച് നിസ്കരിച്ച് നിസ്കരിച്ച്. അവർക്ക് അവർക്ക് കിട്ടിയ പ്രതിഫലം, അതുപോലത്തെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ മതി. എന്നാൽ രാത്രി പകുതി അയാൾ നിന്ന് നിസ്കരിച്ച പോലെയാണ് എന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതല്ല സുബ്ഹി ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലിയാണ്. സുബ്ഹി ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും അയാൾ നിന്ന് നിസ്കരിച്ച കൂലിയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. മാത്രമല്ല ജമാഅത്തിൻ്റെ കൂലി, സുബഹിക്കൊക്കെ ജമാഅത്തിൻ്റെ കൂലി, ഇശാക്കുള്ള കൂലി ഒക്കെ അറിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന ഹാത്തൈനി സ്വലാത്തൈനി അഥവാ ഇശാ വസ്സുബ്ഹ്, ആ നിസ്കാരത്തിൻ്റെ പ്രത്യേകത എങ്ങാനും അറിയുകയാണെങ്കിൽ നിരങ്ങിയിട്ടെങ്കിലും ആ രണ്ട് നിസ്കാരത്തിന് വേണ്ടി ആളുകൾ വരുമായിരുന്നു. നടക്കാൻ സാധിക്കാത്തവർ നിരങ്ങി എഴഞ്ഞെഴഞ്ഞ് എങ്കിലും ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ ആളുകൾ വരുമായിരുന്നു എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സുബ്ഹിയുടെ ഒരു പ്രത്യേകത, സുബ്ഹി നിസ്കാരത്തിൽ നമ്മൾ ശാഫിഈ മദ്ഹബുകാരായ ആളുകൾ നമ്മുടെ കുനൂത്ത് ഓതുപോലെ രണ്ടാമത്തെ റക്അത്തിൽ ആ റുകൂഇന് ശേഷം നമ്മൾ ഇഅ്തിദാലിൽ നമ്മൾ കുനൂത്ത് ഓതും. ആ കുനൂത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലാഹുമ്മ ഖ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅ്തൈത് വഖിനി ശർറ മാ ഖളൈത്. എന്തോ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. സുബഹി നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ഈ കുനൂത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ട് അതിന് ആമീൻ ചൊല്ലുമ്പോൾ, ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത്, അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം നീ കാണിച്ചു തരണേ അല്ലാ. അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത്, നീ സന്മാർഗികളായവരിൽ ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകണേ. വആഫിനി ഫീമൻ ആഫൈത്, അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത് വആഫിന ഫീമൻ ആഫൈത്. വആഫിന, ഞങ്ങൾക്ക് ആഫിയത്ത് കൊണ്ട. എന്തോ ഒരു നല്ലൊരു പ്രാർത്ഥനയാണ്. വആഫിന, ഞങ്ങൾക്ക് ആഫിയത്ത് കൊണ്ട. എന്താണ് ആഫിയത്ത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉണ്ടാകേണ്ടത് ആഫിയത്തല്ലേ. കുറെ സമ്പത്ത് ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? കുറെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? സൗകര്യങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല. ആഫിയത്ത് വേണം. ഇതെല്ലാം ഉപകരിക്കണമെങ്കിൽ ആ മനുഷ്യനിൽ ആഫിയത്ത് വേണ്ടേ? ആഫിയത്തില്ലാതെ ഇത് സാധിക്കൂലല്ലോ. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പഠിപ്പിച്ച തന്നെ, നിങ്ങൾ സലിൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിച്ചോളൂ. ആഫിയത്ത് പ്രധാനമാണ്. നബിതങ്ങൾ പോലും ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. ആഫിയത്ത് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ആഫിയത്ത് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ആഫിയത്തിനാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. സമ്പത്ത് റസൂല ചോദിച്ചിട്ടില്ല, അധികാരവും റസൂല ചോദിച്ചിട്ടില്ല. റസൂല ചോദിച്ചത് ആഫിയത്തും ഹിദായത്തുമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത, അഫ്വ് മാപ്പ് ചെയ്യണേ, ആഫിയത്ത് ശാരീരിക സുഖം നൽകണേ. നടക്കാനും ഇരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഇതിനൊക്കെ ആഫിയത്ത് ഉണ്ടെങ്കിലേ നമുക്ക്
നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമുള്ളൂ. അപ്പോൾ ആഫിയത്ത് നൽകണേ. വതവല്ലനാ ഫീമൻ തവല്ലൈത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാട് പറയാനുള്ള ഒരുപാട് ദുആകൾ. അവസാനം എന്താ പറയുന്നത്? വഖീനാ ശർറ മാ ഖളൈത. എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ അർത്ഥങ്ങൾ മുഴുവനായിട്ട് നമുക്കിപ്പോൾ പറഞ്ഞാൽ ഒരുപാട് സമയം നീളുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കണില്ല. അതായത് വഖീനാ ശർറ മാ ഖളൈത, പടച്ചവനെ നീ വിധിച്ച എല്ലാ ശർറായ വിധിയിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. എല്ലാ ശർറായ വിധികളിൽ നിന്നും ഞങ്ങളെ കാക്കണം. എല്ലാ ശർറായ വിധികളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന് ഉള്ള ദുആ. എത്രമാത്രം ഫലവത്തായ ദുആണ്! എത്രമാത്രം ഫലവത്താണത്! അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ആ ശർറായ വിധി ഞങ്ങൾക്ക് തരല്ല റബ്ബേ. കാരണം ഹൈറും ഷർറും വിധിക്കുന്ന അള്ളാഹുവാണ്. ഈമാൻ കാര്യം 6-ാമത്തേതല്ലേ? ഹൈറായ വിധിയും ഷർറായ വിധിയും, രണ്ട് വിധിയും വിധിക്കുന്നവൻ അള്ളാഹുവാണ്. രോഗം തരുന്നത് അള്ളാഹുവാണ്, നമുക്ക് കുറെ സമ്പത്ത് തരുന്നതും അള്ളാഹുവാണ്, നമുക്ക് വിജയങ്ങൾ തരുന്നത് അള്ളാഹുവാണ്, നമുക്ക് അധികാരം തരുന്നത് അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവാണ്. കച്ചവടം ചെയ്യുമ്പോൾ ലാഭം നമുക്ക് ഉണ്ടാകുന്ന അള്ളാഹു വിധിച്ചിട്ടാണ്. കച്ചവടം ചെയ്യുമ്പോൾ നഷ്ടം ഉണ്ടാകുന്നത് അള്ളാഹു വിധിച്ചിട്ടാണ്. പരീക്ഷ എഴുതുമ്പോൾ പരാജയം ഉണ്ടാകുമ്പോൾ വിജയം ഉണ്ടാകുമ്പോഴൊക്കെ അള്ളാഹു വിധിച്ചതനുസരിച്ചാണ്. അപ്പൊ ഖൈറായത് വിധിക്കണേ അല്ലാ, ഷർറ് വിധിക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴാ പറയുന്നു? നിസ്കാരം എന്താണെന്നറിയോ? അള്ളാഹുമായുള്ള മുനാജാത്താണ് നിസ്കാരം. നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നിസ്കരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടല്ലേ മറ്റു അശ്രദ്ധയിലേക്ക് അവൻ നീങ്ങരുത് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. അള്ളാഹു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അവനുള്ളത്. ഒരു കോടതിയിൽ ചെന്ന് ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരു പ്രത്യേകമായ ആവശ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അധികാരിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരു മനുഷ്യൻ എത്രമാത്രം അച്ചടക്കത്തോടെ നിൽക്കുമെന്ന് ആലോചിച്ചു നോക്കുക. എന്നാൽ ഈ ആകാശവും ഈ ഭൂമിയും ഈ പർവ്വതവും ഈ സമുദ്രവും ഈ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ഈ സൂര്യനെയും ചന്ദ്രനെയും എല്ലാം പടച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ അള്ളാഹുവിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അള്ളാഹുവിലാണ് നമ്മുടെ ചിന്തകൾ മുഴുവനും കേന്ദ്രീകരിക്കേണ്ടത്. മുഴുവനും അള്ളാഹുവിലാണ്. കാരണം അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ ഉയർത്തി ആ അള്ളാഹ് അല്ലാത്ത എല്ലാ വസ്തുക്കളെയും മാറ്റിവെച്ച്, എല്ലാ സൃഷ്ടികളെയും മാറ്റിവെച്ച് അല്ലാഹ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രത്യേകമായ ഒരു സംഭവമാണ് നിസ്കാരം. അതിൻ്റെ ആ നിസ്കാരത്തിൻ്റെ ഒരു അഭിരുചി ഉണ്ട്, നിസ്കാരത്തിന് ആത്മീയ സന്തോഷമുണ്ട്. അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഈ ജമാഅത്ത് നിസ്കാരത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞു? യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ സംഘടിതമായി നിൽക്കുമ്പോഴാണ്. അപ്പം അള്ളാഹു, കാരണം എല്ലാവരും നമ്മളിപ്പോൾ അള്ളാഹുവിനോട് എന്താ പറയുന്നത്? ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ എന്നല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? കാരണം നമ്മളൊരു ഐക്യവും നമ്മുടെ കൂട്ടായ്മയും
നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്ന ഒരു സമയമാണ് നിസ്കാരം. സലാം വീട്ടുന്നതോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അലൈക്കും എന്നുള്ള ബഹുവചനത്തിൻ്റെ പദമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അസ്സലാമു അലൈക്ക എന്നല്ല, അസ്സലാമു അലൈക്കും, നിങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഇവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഈ ബഹുവചനം കൊണ്ട് സലാം വീട്ടുന്നതിൻ്റെ ലക്ഷ്യം നിസ്കാരത്തിൽ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടും ആവാം, മലക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ടും ആവാം. കാരണം ഈ മനുഷ്യന്റെ കൂടെ തന്നെ ഒരുപാട് മലക്കുകളുണ്ട്, നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്, ഇത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. ഈ മലക്കുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സലാമാണ് ഈ സലാം വീട്ടുമ്പോൾ എന്നുള്ളതും മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിലെ ഒരു നന്മ, ഒരു ഖൈറ്, നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടാൻ നമുക്ക് അല്ലാഹു തആല കനിഞ്ഞ് നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് നിസ്കാരം. ജമാഅത്തായി തന്നെ നിർവഹിക്കണം. തറാവീഹും പെരുന്നാളും അതൊക്കെ നമ്മൾ സംഘടിതമായി നിസ്കരിക്കുന്നത് പോലെ ഇതും നമുക്ക് നിസ്കരിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.